സ്ഥിരമായിട്ട് താരൻ്റെ പ്രശ്നം ഉണ്ടാവുക, സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാവുക, എക്സീമ അല്ലെങ്കിൽ സോറിയാസിസ് പോലത്തെ പ്രശ്നങ്ങളുണ്ടാവുക, മുടി പൊട്ടിപ്പോവുക, തലയിൽ നന്നായിട്ട് ചൊറിച്ചിലുണ്ടാവുക, മുടി ഊർന്നു പോവുക. ഈ ആ ഒരു അവസ്ഥകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇതിലൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഒരു മാനേജ്മെൻറ്റ് അത്യാവശ്യമാണ്. നമ്മൾ ലോക്കലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് താൽക്കാലികം ഒരു ആശ്വാസം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ നമ്മളൊരു നല്ലൊരു ഹെയർ ഓയിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ, ലോക്കൽ ആപ്ലിക്കേഷൻ, സ്കിന്നിൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ക്രീമോ ഓയിൻമെൻറ്റ്സ് എന്തെങ്കിലും കൊടുക്കാം. പക്ഷേ അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കിട്ടാറില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് ഗട്ട് ഡിസ്ബാസിസ് എന്ന പറഞ്ഞ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുക. ഗട്ടിലുണ്ടാകുന്ന ട്രില്യൺസ് ഓഫ് ബാക്ടീരിയാസിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ ബാഡ് ബാക്ടീരിയാസിൻ്റെ പ്രൊപ്പോർഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്കിന്നിലും അതുപോലെ തന്നെ ഹെയറിലും മറ്റ് മൂഡ് സ്വിങ്സും എനർജി ലെവൽ കുറയുകയും അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുകയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് ഭക്ഷണത്തിൽ പ്രോബയോട്ടിക് ആൻഡ് പ്രീബയോട്ടിക്സ് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.